ഇത്രയധികം മലയാളികൾ സ്കോട്ട്ലൻഡിലുണ്ടോ? ഞാൻ അന്താളിച്ച് പോയൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 സ്ഥലത്താണ് മലയാളീസിൻ്റെ മീറ്റപ്പ് നടക്കുന്നത്. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ആൾക്ക് പണി കിട്ടി. ആൾ പണി ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ വീഡിയോ എടുപ്പ് തുടരാം. പ്രോഗ്രാം സ്റ്റാർട്ടാവാൻ ഇച്ചിരി ഡിലേ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ആ ടൈമിൽ പിള്ളേർക്കുള്ള ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷനൊക്കെ അവരങ്ങ് തീർത്തു. അതുകൊണ്ട് എന്താ പ്രോഗ്രാം നല്ല സ്മൂത്തായിട്ട് പോയേ. അതിനിടയ്ക്കൊന്നും ലാഗില്ലായിരുന്നു. നമ്മുടെ സാൻറ്റ വന്നപ്പോൾ പിന്നെ പറയണ്ട, ചെറുതൊന്നുമില്ല വലുതൊന്നുമില്ല, എല്ലാവരും ഹാപ്പി. പിള്ളേരും ഹാപ്പി, വലിയ ആൾക്കാരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. സാൻറ്റ ആണെങ്കിൽ ഫുൾ പവർ മോഡിലായിരുന്നു കേട്ടോ. അടിപൊളി ഒരു സാൻറ്റയും കൂടെ ആയിരുന്നേ. ഞങ്ങൾക്ക് അറിയുന്ന ഒരാളും കൂടെയാണ് ഈ ഒരു സാൻറ്റ. അങ്ങനെ അടിപൊളിയായിട്ട് പ്രോഗ്രാം സ്റ്റാർട്ടായി. എല്ലാവരും ഫുൾ വൈബിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ദീപം തെളിയിച്ച് നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ടായി. നാടും വീടും ഒക്കെ വിട്ടു വരുമ്പോഴേ ഇങ്ങനൊരു പ്രോഗ്രാമൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഈ പുള്ളിയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്. പ്രോഗ്രാമൊക്കെ ഏകദേശം ഫിനിഷ് ആവറായപ്പോൾ ബിരിയാണി എത്തിയേ. ബിരിയാണിയും പിക്കിളും സർലാസും പപ്പടവും പിന്നെ ഒരു ഫ്രൂട്ട് സാലഡും ഒക്കെ ആയിട്ട് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ്. എല്ലാ പ്രോഗ്രാംസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. പിന്നെ ഒരു നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നേ. അതും കഴിഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ചൊരു തുള്ളലുണ്ടായിരുന്നു. ആ ഒരു ആവേശത്തിൽ ആ വീഡിയോ മാത്രം എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ശരി, ബൈ.